വരും എന്തേ ഓളെ രസമല്ല കേട്ടോ മക്കളെ, അതുകൊണ്ടാ വരാത്തത്. ഓളെ തീരെ രസമില്ലാത്ത ഞങ്ങളുടെ വീട്ടിന്റെ രസമില്ലാത്ത മരുമോള് കോളാണ് കേട്ടോ. അവര് മുതലുള്ള കോമ്പിനേഷൻ ഉണ്ടോ? സെയിം ഡ്രസ്സാ. നിന്റെ ഒപ്പന ഉണ്ടാവും ആൾക്കാരെ പിരിച്ചിടാനുള്ള ഒരു പോലത്തെ പണ്ടത്തെ കല്യാണം കാണുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. നല്ല വെയിലുണ്ട്. വേറെ എവിടെയോ വന്ന് നിൽക്കണ പോലെ ഉണ്ട് അല്ലേ? നമ്മളെ വീട് തന്നെയാണ് കേട്ടോ. നമ്മളെ പട്ടാമ്പി വീട് പെയിൻറ് അടിച്ചതാണ്. നല്ല റെഡ് കളറാണ്. ഓടിൻ്റെ ആ ഒരു സ്ഥിരം അങ്ങനത്തെ നല്ലൊരു പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ അതായത് വീട് ഇരുന്ന സമയത്ത് യെല്ലോ കളറായിരുന്നു, ഒരു മാമ്പഴ മഞ്ഞയായിരുന്നു. നല്ല രസമുള്ള മഞ്ഞ കളറായിരുന്നു. മഞ്ഞയൊക്കെ പിന്നെ പെട്ടെന്ന് ഫെയ്ഡ് ആവില്ല. പിന്നെ നെക്സ്റ്റ് ഗ്രീൻ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഇത്രയും കണ്ടത് നിങ്ങൾ ഗ്രീൻ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ നല്ല റെഡ് കളറ് അടിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. മൊത്തം പെയിൻ്റ് അടിച്ചിട്ടോ വീടൊക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട്ടിലെ വിശേഷം ഒരു കല്യാണ വിശേഷമാണ് കേട്ടോ. കല്യാണം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇക്കാൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ നെയ്ബർ. ഇപ്പം ഇതുപോലെ ഒരു മതിലപ്പുറത്താണ് അവരുടെ വീട്. അപ്പം അവിടെ കാക്കകൾക്ക് എനിക്ക് എന്നോട് ഭയങ്കര ശത്രുത. ഇത് സൗണ്ട് കേട്ടാ കാക്കകൾക്ക് അല്ലെങ്കിൽ എന്നോട് ഭയങ്കര ശത്രുത. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പോയ പിന്നെ എവിടെ നിൽക്കാ വരുമെന്ന് അറിയില്ല, ഭയങ്കര സൗണ്ടായിരിക്കും. അപ്പോൾ ഇതല്ലേ, അപ്പോൾ നമ്മളെ കല്യാണം ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇക്കാൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു മതിലിൻ്റെ അപ്പുറത്താണ് കേട്ടോ വീട്. അവരുടെ വീട്ടിലത്തെ മോളുടെ കല്യാണമാണ്. ഇനു നഷ്വ എന്നാണ് അവളുടെ പേര്, തന്നെ എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ ഇനു എന്നാണ് വിളിക്കുക. ഇന്നുമോളുടെ ഒക്കെ ഏകദേശം അതേ പ്രായം തന്നെയാണ് കേട്ടോ. അവളും ചിലപ്പോൾ ഒരു വയസ്സ് ചെറുതായിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവളുടെ കല്യാണമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് മങ്കട വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് കല്യാണത്തലേന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ കല്യാണം ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കല്യാണത്തലേതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇപ്പോൾ ഡ്രസ്സുകൾ കാണിക്കുന്ന വീഡിയോയിൽ എന്തായാലും എപ്പോഴും കമൻസ് ഉണ്ടാവുന്നതാണ്, പഴയ ഡ്രസ്സുകൾ തരുമോ, ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ടാണെന്നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളടുത്ത് അങ്ങനെ ചോദിക്കണം കുറേ പേരുണ്ട്. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് കൊടുക്കാന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ നോക്കാത്തത് കേട്ടോ. ഡ്രസ്സുകൾ കൊടുക്കാൻ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കണം. നമ്മൾ ഫാമിലി തന്നെ കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ കമൻറ്റിൽ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒക്കെ എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നതാണ് ഡ്രസ്സുകൾ തരുമെന്നുള്ളത്. ഇലക്ട്രിക് റൈസ് കുക്കർ ഉണ്ടെങ്കിൽ കുക്കിംഗ് ഒക്കെ അടിപൊളിയാണ്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ യൂസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് കേട്ടോ ഇത് ഇത്ര അടിപൊളിയായിരുന്നു എന്നുള്ളത്. ഇത് നമ്മുടെ അഗാരോ ബ്രാൻഡിന്റെ റോയൽ ഇലക്ട്രിക് റൈസ് കുക്കറാണ് കേട്ടോ. ഇത് 700 wattsന്റെ ആണ് കേട്ടോ. 5 ലിറ്റർ കപ്പാസിറ്റി ആണ് ഉള്ളത്. ഇതിൽ 5 പ്രീസെറ്റ് കുക്കിംഗ് ഫംഗ്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. യൂസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം, നല്ല ക്വാളിറ്റി ഉള്ളൊരു റൈസ് കുക്കറാണ് കേട്ടോ ഇത്. ഇതുപോലെ മുകളിലുള്ള ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്യേണ്ടത്. ഇതിനകത്തായിട്ട് നോക്കി ഇതുപോലത്തെ ഒരു സ്റ്റീം ട്രേ ഉണ്ട് കേട്ടോ. ഇതിൽ കുക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഇതാ നമ്മുടെ സൂപ്പ് ആൻഡ് റൈസ് സ്പൂൺസ് ഉണ്ട് 2 അതുപോലെ ഒരു 180 ml ഒരു മെഷർമെന്റ് കപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് അഗാരോ റോയൽ ഇലക്ട്രിക് റൈസ് കുക്കറിന്റെ ഒരു വാറണ്ടി കാർഡും പിന്നെ യൂസർ മാനുവലും ഉണ്ട് കേട്ടോ. ഇതിന്റെ ടോപ്പിലായിട്ട് ഇതാ ഈ ഗാസ്കറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ ഇതാണ് നമ്മുടെ ഹീറ്റിംഗ് എലമെന്റ് വരുന്നത് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെസലാണ്. ഇത് 5 ലിറ്റർ കപ്പാസിറ്റി ഉള്ള 5 ലേയേർഡ് സെറാമിക് കോട്ടഡ് ഇന്നർ ബൗളാണ് കേട്ടോ. ഇതിലിങ്ങനെ മെഷർമെന്റ്സിന്റെ ഈ ഒരു അളവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിടിക്കുമ്പോൾ തന്നെ അറിയാം 5 ലെയർ കോട്ടഡ് ആണ്, അത്രയും കട്ടിയുണ്ട്. അതായത് ഒട്ടും ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യാത്ത ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ ആണ് കേട്ടോ അതിന്റെ. പിന്നെ ഇതാ പവർ കേബിൾ ഉണ്ട്, അത് ബാക്കിൽ ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ സ്റ്റീം വെന്റ് ആണ്, അതായത് പ്രഷർ കുക്കറിന്റെ വിസിലൊക്കെ പോലെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റീം വെന്റ് ഉണ്ട്. പിന്നെ ഇതൊരു കണ്ടൻസേറ്റ് കളക്ഷൻ ഉണ്ട് സൈഡിലായിട്ട്. പിന്നെ ഇതാ കുക്കിംഗ് ഒക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഒരു 5 പ്രീസെറ്റ് കുക്കിംഗ് ഫംഗ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പം വൈറ്റ് റൈസ്, സോട്ട്, ഓട്ട് മീൽ, ക്യൂൻവ, മിക്സ്ഡ് ഗ്രെയിൻസ്, ബ്രൗൺ റൈസ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു പ്രീസെറ്റ് ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഓട്ടോമാറ്റിക് അല്ലാതെ മാനുവൽ ആയിട്ട് ഇതാ നമുക്ക് ടൈമർ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട് കേട്ടോ. ഓട്ടോമാറ്റിക് ആണെങ്കിലും അല്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കൊരു ഗീ റൈസും അതുപോലെ പൊട്ടാറ്റോ യൂസ് ചെയ്തിട്ടൊരു മയോണൈസും ഉണ്ടാക്കാം കേട്ടോ. ഞാനിതാ ഒരു 3 കപ്പ് അരി എടുത്തിട്ടാണ് കേട്ടോ ഇന്ന് ഗീ റൈസ് ഉണ്ടാക്കുന്നത്. 3 കപ്പ് അരിക്ക് ഇതേ കപ്പിൽ തന്നെ 6 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതാ നമ്മളൊന്ന് സ്റ്റീമിലിട്ടിട്ടൊന്ന് നമ്മുടെ ഇലക്ട്രിക് റൈസ് കുക്കർ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതോട്ട് നെയ്യ് ഇടുന്നുണ്ട്. പിന്നെ നെയ്യിലേക്ക് നമ്മൾ സാധാരണ നെയ്ച്ചോറിലിടുന്ന പോലത്തെ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ എൻ്റെ കയ്യിലുള്ളതൊക്കെ പട്ട, കറാമ്പൂ, ഏലം ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് ഇടാം, കളർഫുൾ ആയിക്കോട്ടെ. പിന്നെ ഗ്രീൻ പീസ് സോക്ക് ചെയ്ത് എൻ്റെ ഇല്ല, അതുകൊണ്ട് ഞാനിതാ കുറച്ച് ക്യാപ്സിക്കം ഇടാം. അതിനൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് പോലെ ഒന്നും ആയില്ലെങ്കിലും ഒരു നല്ലൊരു ടേസ്റ്റിലൊരു ഫ്ലേവർ. അപ്പോൾ ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതായത് ഇതുപോലെ നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മൾ 3 കപ്പ് റൈസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ബസുമതി റൈസ് അല്ല, നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റുള്ള റൈസാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ല ഒന്ന് ഡ്രൈ ഇതാക്കി എടുത്താൽ മതി. അതിന് ശേഷം വെള്ളം ഒഴിക്കുകയാണ്. ഒരു 6 കപ്പ് ഇതേ മെഷർമെൻറ്റ് കപ്പിൽ 6 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു അരമുറി ലെമൺ ജ്യൂസ് ഇതുപോലെ സ്ക്വീസ് ചെയ്ത് കുരുവൊക്കെ കളഞ്ഞിട്ട് അതൊഴിച്ചു. പിന്നെ പാകത്തിന് ഉപ്പിട്ടു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പൊട്ടാറ്റോ കൂടി ഇതിൻ്റെ കൂടെ വേവിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ചില്ലേ സ്റ്റീം ട്രേ, ഇതിൽ നമ്മളിതാ പൊട്ടാറ്റോ ഒന്ന് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് സോസ് ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് ഞാനിവിടെ ഇതാ നമ്മുടെ വൈറ്റ് റൈസിൻ്റെ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ കറക്റ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയപ്പോൾ. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇതാ പുറത്തുനിന്ന് സ്റ്റീമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താനെ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അപ്പോൾ ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ്സ് വരെ, ഒരു 15 മിനിറ്റ് ആ സമയത്തൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ നോക്കിയാൽ നമ്മളെ പൊട്ടാറ്റോ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട്. അതുപോലെ റൈസും ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അതായത് ഇങ്ങനെ ഭയങ്കര സ്റ്റിക്കി അല്ലാണ്ട് എന്നാൽ ഒരുപാട് ഡ്രൈയും അല്ല, നല്ല സോഫ്റ്റ് ആയിരുന്നു. ചോറൊക്കെ നല്ല കറക്റ്റ് വേവായിട്ട് എത്ര പെട്ടെന്നായത് അറിയോ. എനിക്ക് കുക്കറിൽ വെക്കുന്ന എപ്പോഴും ഭയങ്കര ടെൻഷനാണ്. ഇത് ആയോ ഇല്ലേ, തുറക്കാനും പറ്റില്ല, അങ്ങനെയല്ലേ. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ക്യാൻസൽ ആക്കി ജസ്റ്റ് ഓപ്പൺ ആക്കി എന്താണ് അവസ്ഥ എന്നൊക്കെ നോക്കാം. ലോക്കാവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് ട്രയൽ തന്നെ ഗീ റൈസ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കതിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതാണ് കേട്ടോ. അതിൽ കീപ് വാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഹൈയും ഉണ്ട് ലോയും ഉണ്ട്. അതായത് നമ്മൾ ഭക്ഷണം ഇതിൽ തന്നെ വെച്ച് നമ്മൾ ഈ ഒരു കീപ് വാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭക്ഷണം വിളമ്പുന്ന സമയം വരെ അത് ചൂടോടെ ആ പാത്രത്തിലിരിക്കും. ഇനി പൊട്ടാറ്റോ കൊണ്ടൊരു മയോണൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഒരു 1.5 പൊട്ടാറ്റോ ഉണ്ട് കേട്ടോ. ഇത് പുഴുങ്ങിയെടുത്തത്. അതിലേക്ക് ഇതാ 2 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ മറ്റേ ലെമൺ ജ്യൂസ് ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പാകത്തിന് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സ്മൂത്ത്നെസ് പോരാൻ തോന്നുകയാണെങ്കിൽ ഒരു 1/2 കപ്പ് കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റുള്ള മയോണൈസ് റെഡി. ഇനി എന്തായാലും നമ്മൾ മസാല തേച്ച് വെച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് പൊരിക്കട്ടെ. കാരണം നെയ്ച്ചോറ് കണ്ടപ്പോൾ ഇപ്പം തന്നെ ഫുഡ് കഴിക്കാൻ കൊതിയായി. കുട്ടികളൊക്കെ കുളിച്ച് വരുന്നില്ല. അപ്പം അതിൻ്റെ മുന്നേ എന്തായാലും ഞാൻ ഇച്ചിരി ചിക്കനൊക്കെ പൊരിച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ എൻ്റെ ലഞ്ച് റെഡിയായി. സത്യം പറഞ്ഞാൽ നെയ്ച്ചോറിന് മണം കേട്ടപ്പോൾ പെട്ടെന്ന് കഴിക്കാൻ കൊതിയിട്ടാണ് കേട്ടോ. കുട്ടികൾ വരുന്നതിൻ്റെ മുന്നേ കഴിക്കുന്നത്. അപ്പോൾ ഇത് റൈസ് കുക്കറിന് പേര് മാത്രമല്ല, റൈസ് മാത്രമല്ല, അതിൽ പായസമോ കറികളോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് റൈസ് കുക്കർ യൂസ് ചെയ്ത് എനിക്ക് അതിന് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നാലും നിങ്ങൾക്കും ഞാൻ സജസ്റ്റ് ചെയ്യാണ്, മസ്റ്റ് ആയിട്ടൊന്ന് വാങ്ങിച്ചു നോക്കി കേട്ടോ. ഇലക്ട്രിക് റൈസ് കുക്കറിനെ പറ്റിയിട്ട് എല്ലാവരും ഇങ്ങനെ പറയുന്നില്ല. ഇതുവരെ നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിട്ടോ. ചോറൊക്കെ എത്ര പെട്ടെന്നാവുമെന്ന് വിചാരിച്ചില്ല. പിന്നെയും കുറേ ഫംഗ്ഷൻസൊക്കെ പഠിച്ച് വരാനുണ്ട്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വാങ്ങിച്ച് നോക്കി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പാക്കൊക്കെ ചെയ്ത് റെഡി ആയിട്ട് ഇതാ മങ്കടയൊക്കെ പോവുകയാണ്. ഏകദേശം ഈവനിങ് ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കര തിരക്കിലായിരുന്നു പാക്ക് ചെയ്തതൊക്കെ. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. കല്യാണം കാണാൻ വന്നിക്കാ. ഞങ്ങള് പുതിയ കാണാൻ വന്നിക്കണേ. അപ്പോൾ ഇത് അപ്പുറത്ത് നല്ല ഫോട്ടോഷൂട്ട് നടക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ ഈ വീടിൻ്റെ ഹോം ടൂർ ഞാൻ മുന്നേ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും മനോഹരമായ വീട് ആയതുകൊണ്ട് ഇപ്പോൾ ഒരുവിധം എല്ലാ കല്യാണത്തിൻ്റെയും ആഘോഷങ്ങളുടെ ഒക്കെ ഫോട്ടോ എടുപ്പ് നമ്മളുടെ ജംഷിൻ്റെ വീടിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് നടക്കാറ്. ഇത് നമ്മളെ കല്യാണപ്പെട്ടെന്നെ അനിയത്തി. നീയൊക്കെ ഉണ്ടോ? ഡാൻസിന്റെ ടീംസിനെ കല്യാണം കൂടാൻ കഴിയാത്തോണ്ട് നമ്മുടെ വീഡിയോ കോള് വിളിച്ചിട്ടാണ് കല്യാണ വിശേഷങ്ങളൊക്കെ അറിയണേ. ആ ഓക്കെ, ഈ കല്യാണം എന്റെ വീഡിയോയിൽ കണ്ടാ മതി. ഞാൻ രാവിലെ അങ്ങനെ ഓടി പോണോണ്ട് കുഞ്ഞാണിന്റെ. ആ അവള് മൈലാഞ്ചി ഇടും അല്ലേ? രസമുണ്ട് കേട്ടോ. നിങ്ങളൊന്നിട്ടില്ല മൈലാഞ്ചി? ജിനോട്ടില്ല മൈലാഞ്ചി? ആ അതെ, എല്ലാരും മൈലാഞ്ചി ഒക്കെ ഇട്ട് ഫുൾ സെറ്റപ്പിലാട്ടോ ഡാൻസ് കളികളെ.
അങ്ങനെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് വന്നിട്ട് പിന്നെ മഗ്‌രിബിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. കുഞ്ചൂസ് ക്ലിനിക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി എല്ലാവരും പറഞ്ഞപ്പോൾ നിഷയൊക്കെ ഉണ്ടല്ലോ, നിഷയും ഇതാ നമ്മളെ ലില്ലിക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട് കല്യാണം പ്രമാണിച്ച്. അപ്പം ഞാൻ ഇത് മിനിയും നിഷയും ഞാനും കുഞ്ഞുമോളും ഉമ്മിച്ച് ഞങ്ങളെല്ലാവരും പിന്നെ മഗ്‌രിബിന് ശേഷം പോയി. രസമല്ല കേട്ടോ മക്കളെ, അതുകൊണ്ടാണ് വരാത്ത. തീരെ രസമില്ലാത്ത ഞങ്ങളെ വീട്ടിന്റെ രസമില്ലാത്ത മരുമോള് മോളാണ് കേട്ടോ, അതുകൊണ്ടുള്ള വരാത്ത. അപ്പൊ ഞങ്ങൾ ഈ കല്യാണത്തിൽ നമ്മുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ പോയിട്ട് ഡാൻസ് ഒക്കെ കണ്ടു വരാം. ഓക്കെ, നിഷ പോയോ? മോളല്ലേ ഫസ്റ്റ് കേട്ടോ. കുഞ്ഞാമാന്റെ വീട് അവിടെയാണ് കല്യാണ വീട്. അപ്പൊ ഞങ്ങൾ ഇതുവഴി മതിൽ ചാടി പോകും. നമ്മളെ വീടിൻ്റെ ഇതാ തൊട്ട് ഒരു മതിലിൻ്റെ അപ്പുറത്താണ് കേട്ടോ നമ്മളെ കല്യാണ പെണ്ണിൻ്റെ വീടുള്ളത്. അവർ എല്ലാവരും അവരത് അവരുടെ ബ്രദേഴ്സൊക്കെ ഒറ്റ ഗ്രൗണ്ടിലാണ് വീട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു മോളുടെ കല്യാണമാണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണം കഴിച്ച സമയം മുതലേ കാണുന്നതല്ലേ. അപ്പോൾ അയൽപ്പക്കക്കാരെന്നല്ല, നമ്മൾ സ്വന്തം ആൾക്കാരെ പോലെയാണ് അവിടെ എല്ലാവരും. നാളെ ഇവിടെ ഒന്ന് അടുപ്പിക്കണ്ട കേട്ടോ ഇനോ. നമ്മളെ കല്യാണ പെണ്ണിന്റെ തലേ ദിവസത്തെ കോസ്റ്റ്യൂമാണ് അല്ലേ. നിങ്ങളൊക്കെ തമ്മിൽ എന്തൊരു കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ. അവിടെ പച്ചയൊക്കെ ഒരു പച്ചയൊക്കെ ഉണ്ട് കേട്ടെ. മുല്ല റോസ് നോക്കൂ, ബാബി ഡോൾസ് നോക്കൂ. എന്താ ഇവിടെ അവര് മുതലുള്ള കോമ്പിനേഷൻ ഉണ്ടോ? സെയിം മൈലാഞ്ചി ചോന്നില്ലാന്ന് ആരും പറയലല്ലേ ഇനോ. ഇതാരാ മൈലാഞ്ചി ഇട്ടെന്ന്? എങ്ങനെയുണ്ട് മൈലാഞ്ചിന്റെ മണം? കയ്യാപ്പുറത്ത് ആ ഇതാരാ ഇട്ടെന്ന്? വേണ്ട അതൊന്നാണായിട്ട് സോറി. ഇത്ര ടെൻഷൻ ഉണ്ടാവില്ല എക്സാമിന് കൂടി. നീ ഇപ്പൊ പോയിട്ട് കളിക്ക്, ആൾക്കാരൊക്കെ ഉണരട്ടെ. എല്ലാരും അവിടെ എല്ലാം ഉണ്ടോ? നിന്റെ ഒപ്പനുണ്ടോ? ആൾക്കാരെ പിരിച്ചിടാനുള്ള ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ. അതെ ഞാൻ അതെ എന്നെ ഔട്ടാക്കിയാലും പുതിയ പിള്ളേർ ഔട്ടാക്കില്ല. അത് ഡാൻസിന് ഓഡിഷനൊക്കെ ഉണ്ട്. അല്ലെ കല്യാണത്തിന് ഡാൻസ് കളിക്കുന്നവർക്ക് ഓഡിഷൻ ഉണ്ട്. അങ്ങനെ എല്ലാരും ഒന്ന് കേട്ട് ഡാൻസ് കളിപ്പിക്കില്ല. നല്ല രസമായിരുന്നു അല്ലേ. ഇപ്പൊ ഇങ്ങനെയൊക്കെ ആണല്ലോ അല്ലേ. അരിക്കത്ത് കല്യാണത്തിന്റെ ഫോട്ടോസാ. ഈ നിൽക്കുന്ന കുട്ടീനെ കാണിച്ചു തരാട്ടോ. നീക്കോ, ഈ കുട്ടിയാണ് ആ കുട്ടി. ഒപ്പന കളി തന്നെ ആയിരുന്നോ? പോലത്തെ പണ്ടത്തെ കല്യാണം കാണുന്ന പോലത്തെ മറക്കപ്പുറത്ത് നോക്കുന്നതൊക്കെ. കഴിച്ചല്ലേ? ഓക്കെ, ഞങ്ങൾ കഴിക്കട്ടെ. ഞങ്ങൾ കഴിക്കട്ടെ.
കൈ മാറ്റി മുല്ല മുല്ല കല്യാണത്തിലേക്ക് ഫുഡും കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, ഡാൻസ് കൂടെ ഉണ്ട്. നല്ലത് കഴിഞ്ഞിട്ട് പോലെ ഞങ്ങൾ ഡാൻസ് കൂടി കാണിച്ചത്. അല്ല പണ്ടത്തെ ജങ്ക്സ് ആണ് അല്ലേ? അല്ല ഇപ്പോഴും ജങ്ക്സ് ആണ് കേട്ടോ. സ്റ്റിൽ ഗോയിങ് ഓൺ. പാട്ടിടേ നോക്കണ്ട അവരോട് പോകാൻ പറയും.